ആരാണ് സൂഫി എന്ന് പറയുന്നത്? മഹാന്മാരായ സഹാബികൾ, അവരെ പിന്തുടർന്നവർ, അവരുടെ വഴി പിന്തുടർന്നവർ, അല്ലാഹുവിൽ നിന്ന് ഇബാദത്തിലായി മുറിഞ്ഞിറങ്ങിയവർ, അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചവർ, ദുനിയാവിന്റെ ആഡംബരങ്ങളൊക്കെ കൈയൊഴിച്ചവർ, അല്ലാഹുവിന് വേണ്ടി എല്ലാം കൈയൊഴിക്കാൻ തയ്യാറായവർ, എല്ലാ രസങ്ങളും സമ്പത്തും സ്ഥാനവും ഒക്കെ വലിച്ചെറിഞ്ഞവർ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് സ്ഥാനം ലഭിക്കണമെന്ന് ചിന്തിക്കാത്തവർ, അങ്ങനെ പലപ്പോഴും അല്ലാഹുവിനെ ഇബാദത്തിന് വേണ്ടി തനിച്ചിരുന്നവർ, ഇങ്ങനെയുള്ള മഹാന്മാരായ ധാരാളം സഹാബികൾ, താബിഈങ്ങൾ, ശേഷക്കാരുണ്ടായിരുന്നു. സഹാബികളിലും മുൻഗാമികളിലും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ കക്ഷികൾ രണ്ടാം നൂറ്റാണ്ടിൽ പലരും ദുനിയാവിന്റെ പിന്നാലെ പോയപ്പോ, അതിനുശേഷവും പോയപ്പോ, അങ്ങനെ ദുനിയാവുമായി കലർന്ന് ജീവിച്ച് ആഖിറം മറന്നു പോകുന്നവരും അല്ലാഹുവിന്റെ പൊരുത്തം ചിന്തിക്കുന്നവരും കുറഞ്ഞു പോയപ്പോ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ തന്നെ മുഴുകി ജീവിക്കുന്ന മഹാന്മാർ അവർ സവിശേഷതയുള്ളവരായി. ബിസ്മി സൂഫിയ്യത്തി വൽ മുതസവ്വിഫ, സൂഫി എന്ന പേര് കൊണ്ട് അവർ സവിശേഷതയുള്ളവരായി. ഇമാം ഇബ്നു ഖൽദൂൻ റളിയല്ലാഹു അൻഹു താരീഖിൽ പറയുകയാണ്, സൂഫികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇബാദത്തിൽ അല്ലാഹുവിനെ സ്നേഹിച്ച് ലയിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ് സൂഫികൾ. അല്ലാതെ സൂഫി എന്ന് പേരിട്ടുകൊണ്ട് സൂഫിയാവില്ല. ഞാൻ ഇന്നലെ ഇപ്പൊ പുതിയ മുസ്ലിം, പുതിയ മൗലവി, ജമിനി, പുതിയ മൗലവി, AI, ആ പുതിയ മൗലവിയോട് ചോദിച്ച സൂഫി എന്ന് പറഞ്ഞ ആരാണ്? അപ്പൊ ഒരു മറുപടി കിട്ടി. ഇന്ന് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു വേറൊരു മൗലവിയാണ്. അയാളോട് ചോദിച്ചു അയാൾ വേറൊരു മറുപടിയാണ്. രണ്ടാളെ മറുപടി ഒരുപോലെയല്ല. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ സൂഫികൾ എന്ന് പറയുന്നത് ആരാണ്? യഥാർത്ഥ സൂഫികൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് സഹാബികൾ ചെയ്തതുപോലെ ദുനിയാവിന്റെ വിഷയം ചിന്തിക്കാൻ. കണ്ടില്ലേ അബൂ ഹുറൈറയുടെ മഹാന്മാർ അങ്ങനെ ദുനിയാവിന്റെ വിഷയങ്ങൾ ചിന്തിക്കാതെ ആഖിറത്തിന്റെ വിഷയത്തിൽ ചിന്തിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ വിനയാന്വിതരായി ജീവിച്ച മുത്തഖീങ്ങളായ മഹാന്മാർ, അവരാണ് സൂഫികൾ. അപ്പൊ പിന്നെ ഇപ്പറഞ്ഞ രണ്ട് മൗലവിമാർ, ഇത് ഗൂഗിൾ മൗലവിയും അതുപോലെ AI മൗലവിയും, രണ്ട് മൗലവിമാരും പറയാണ് ഇസ്ലാമിക രംഗത്തുള്ള ചിന്താധാരയാണ് തസൗഫും സൂഫിയും എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെയും അല്ലാതെയും. മറുപടി പറയാണ്, സൂഫികളുടെ പ്രത്യേകതകളുള്ള ഒരുപാട് കക്ഷികൾ വേറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സൂഫി എന്ന് പറയും, എല്ലാവർക്കും സൂഫി സ്വന്തം പറയൂ. സുബ്ഹാനല്ലാഹ്. താടിയുള്ള കുറെ മൗലവിമാരുണ്ട്. അതേ താടി തന്നെ നമ്മളെ നാട്ടിലെ ആട്ടുങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ആട്ടിനെ പറ്റി മൗലവി എന്ന് പറയോ? താടിയുള്ളതൊക്കെ മൗലവിയാവോ? തലേക്കെട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് സിക്കാരൊക്കെ ആലിമീങ്ങളാവോ? സുഹൃത്തുക്കളെ, ഇതുപോലെ സൂഫികളുടെ നല്ല നല്ല സ്വഭാവങ്ങളുണ്ട്. ഒരു ജീവിതത്തിൽ കള്ളം പറയില്ല, ചീത്ത വിളിക്കൂല, വാക്ക് ലംഘിക്കൂല, വർഗീയത കാണിക്കൂല. അവര് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കും. അവർ സ്വന്തത്തിൽ വലിയ ഭക്തിയോടെ ജീവിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സൂഫികൾക്കുണ്ട്. ആ സൂഫികളുടെ ഗുണങ്ങളിൽ നിന്ന് ചില ഗുണങ്ങൾ, ഒരാൾ കളവ് പറയാതെ ജീവിച്ചു, ഒരാൾ സൂഫിയാവോ? താടിയുള്ളതുകൊണ്ട് മാത്രം ആട് അത് മൗലവിയാവോ? ഇല്ലല്ലോ. അതുപോലെ 1, 2, 3 ഗുണങ്ങൾ, സൂഫികളുടെ നന്മകൾ വേറെ ഒരാൾ പകർത്തിയാൽ അതുകൊണ്ട് അവർ സൂഫികളാവോ? ഒരിക്കലും ആവില്ല. സുബ്ഹാനല്ലാഹ്.